ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് കർണിമാത ടെമ്പിളാണ് കാണാൻ പോകുന്നത്. രാജസ്ഥാനിലെ ബിക്കാനറിൽ നിന്ന് 30 കിലോമീറ്റർ മാറി ദേശ്നാഥ് എന്നൊരു ചെറിയ പട്ടണത്തിലാണ് ഈ കർണിമാത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തീർത്ഥാടകരും വിനോദസഞ്ചാരികളുടെയും ഒരു ജനപ്രിയമായ ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിന് ഇന്ത്യയിൽ തന്നെ എവിടെയും ഇല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോലും ഇതുണ്ടാവോ എന്നറിയില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രം എലികളുടെ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം നിരവധി എലികളാൽ ഇവിടെ വസിക്കുന്നു. അവയെ ആ എലികളെ വിശുദ്ധമായി കണക്കാക്കുകയും ചെയ്യുന്നു. ഭക്തർ അതീവ ശ്രദ്ധയോടെയാണ് അവയെ ശ്രദ്ധിച്ച് അമ്പലത്തിൽ പ്രദക്ഷിണമൊക്കെ നടത്തുന്നത്. ഞാൻ ഇത് കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ നമുക്കകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ പാദരക്ഷകളെല്ലാം ഇവിടെ സൂക്ഷിക്കണം. അതിനുശേഷം നമുക്ക് അമ്പലത്തിലേക്ക് കടക്കണം. ആ നേരെ കാണുന്നതാണ്, ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ മുൻഭാഗമാണിത്. അമ്പലത്തിന് അകത്ത് നമുക്ക് ധാരാളം എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നത് കാണാം. ഇതിലും ആൾക്കാർ ഈ എലികളെ കാണുക എന്നുള്ളത് തന്നെ അവരുടെ ഒരു പ്രത്യേകിച്ച് ഇവിടെ ഒരു വെളുത്ത എലികൾ ഉണ്ട് എന്നറിയപ്പെടുന്നു. ആ വെളുത്ത എലികളെ കാണുന്നത് മഹാഭാഗ്യമായാണ് കരുതുന്നത്. അതുകൊണ്ട് അത് കാണാൻ വേണ്ടി ഇവിടെ മുക്കിലും മൂലയിലും എല്ലാം അവർ ശ്രദ്ധയോടെ അതിനെ ആകർഷിക്കുന്ന വിധത്തിലുള്ള തീറ്റകളെല്ലാം കൊടുത്ത് അവയെ കാണാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടുത്തെ തീർത്ഥാടകരും ഭക്തരുമെല്ലാം. ലോകമെമ്പാടും നിന്നുമുള്ള തീർത്ഥാടകർ കൗതുകരമായ ഈ കാര്യങ്ങളെല്ലാം കാണാൻ വിനോദസഞ്ചാരികളും തീർത്ഥാടകരും ഈ ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്ഷേത്രം 1530 നിർമ്മിച്ചത് എന്ന് അറിയുന്നു. കർണിമാത ഒരു ശക്തിയുടെ മൂർത്തിഭാവമായി അറിയപ്പെടുന്നു. ഒരു ബ്രഹ്മചാരിയായ ഒരു ദേവിയും കൂടിയാണവർ. ഇവിടെയെല്ലാം എലികൾക്ക് ധാരാളം തീറ്റകൾ വെച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഈ തീറ്റ കൊണ്ടുവരുന്നതും സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നത് രാജസ്ഥാനിൽ പൊതുവെ ഇങ്ങനെയുള്ള ഒട്ടക വണ്ടിയിലാണ്. അപ്പോൾ ഇവിടെയും ധാരാളം ഇവർക്ക് അമ്പലത്തിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ആ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം നിറച്ച് എലികളുണ്ട്, നമുക്ക് കാണാം. അവയ്ക്ക് തീറ്റയും വെച്ചു കൊടുക്കുന്ന ഇവിടുത്തെ ക്ഷേത്ര പരിപാലിക്കുന്നവരും അതുപോലെ തന്നെ ഭക്തജനങ്ങളും എല്ലാം തന്നെ ഇവിടെ ക്ഷേത്രത്തിൽ ഇത് ചെയ്യുന്നുണ്ട്. ആ പാലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാലിലെല്ലാം തന്നെ എലികൾ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ എലികളെ മറ്റു പക്ഷികളോ അല്ലെങ്കിൽ പൂച്ചയോ മറ്റുമൊന്നും ആക്രമിക്കാതിരിക്കാനൊക്കെ ഫുൾ നെറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇവിടെ ഒരു പ്രസാദം കൊടുക്കുന്നുണ്ട്. ഒരു ഹലുവ പോലെ എന്തോ മൈദ പോലുള്ള എന്തോ സാധനം കൊണ്ടുണ്ടാക്കി ഒരു അലുവ പോലുള്ള ഒരു പ്രസാദം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് രാവിലെ വരുന്നവർക്കെല്ലാം തന്നെ. അങ്ങനെ അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഭാഗത്തേക്കാണ് ഞാൻ പോകുന്നത്. അധികം തിരക്കൊന്നുമില്ല, രാവിലത്തെ കുറച്ച് തിരക്കുള്ളൂ. ഇതേ മുകളിൽ കാണുന്നതാണ് ഈ നെറ്റ്. മറ്റ് പക്ഷികളൊന്നും ഈ എലികളെ റാഞ്ചി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ആ നെറ്റാണ്. ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഏകദേശം 20,000 എലികൾ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഈ എലികളെ കർണിമാതയുടെ മൂർത്തി ഭാവമാണ് ഈ എലി ആയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവയെ കാബ എന്നും പറയുന്നു. ക്ഷേത്രത്തിലെ ഓരോ സ്ഥലത്തും എലികൾക്ക് വ്യത്യസ്തമായ ഭക്ഷണപദാർത്ഥങ്ങളും വെച്ചിട്ടുണ്ട്. ഇതിന് ക്യാമറയ്ക്കൊക്കെ അവർ ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 30 രൂപ, 70 രൂപ, അങ്ങനെ അത് അവിടെ ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മുടെ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് ഉള്ള ഭാഗങ്ങളാണ്. അതിലേക്ക് ക്യൂ നിന്ന് ആൾക്കാരെ
ഇവിടം വരെ കടത്തി വിടുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് അതെല്ലാം വീക്ഷിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇവിടെ എല്ലാം തന്നെ നിറച്ച് ശ്രദ്ധയോടുകൂടി നടക്കണം. എലികൾ ധാരാളമുണ്ട്. അതുകൊണ്ട് ഈ എലികളെ അറിയാതെ പോലും ഒന്ന് ചവിട്ടി അവർ ചാവുകയോ മറ്റോ ആണെങ്കിൽ അതിന് പകരം വെള്ളിയോ സ്വർണം കൊണ്ടോ ഉണ്ടാക്കിയ എലിയുടെ രൂപം ഇവിടെ വെക്കണമെന്നാണ് ക്ഷേത്ര നിയമങ്ങൾ പറയുന്നത്. ഈ കർണിമാതാവിൻ്റെ മൂർത്തിക്ക് അർപ്പിക്കുന്ന വിവിധ രൂപത്തിലുള്ള പ്രസാദങ്ങളുണ്ട്. ലഡു, പരിപ്പ്, അതുപോലെ തന്നെ തേങ്ങ, പഞ്ചസാര കൊണ്ടുണ്ടാക്കിയ ചെറിയ ചെറിയ ബോളുകൾ എന്നിവയും പാലും, റൊട്ടി, പഴങ്ങൾ, പച്ചക്കറികൾ, മദ്യം വരെ ഇവിടെ അർപ്പിക്കുന്നുണ്ട് പലരും. അതെല്ലാം നമുക്ക് സൂക്ഷ്മമായി നോക്കിയാൽ കാണാം. ഈ ദേവിക്ക് വളരെയധികം പ്രത്യേകതയുള്ള മൂർത്തി രൂപമാണ് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇതിൽ ഒത്തിരി കഥകളും പ്രചരിപ്പിക്കുന്നുണ്ട്. ദേവിയുടെ അനുജത്തിയുടെ 4 മക്കളിൽ ഇളയവനായ ലക്ഷ്മണൻ അടുത്ത ഒരു സമീപത്തുള്ള ഒരു ആറ്റിൽ മുങ്ങി മരിച്ചുവെന്നും ലക്ഷ്മണനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കർണിമാതാവ് തീരുമാനിക്കുകയും അങ്ങനെ മരണത്തിൻ്റെ ദേവനായ യമരാജൻ്റെ അടുത്ത് പോയി അപേക്ഷിക്കുകയും യമരാജൻ കൂട്ടാക്കുകയും ചെയ്തില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ തൻ്റെ കുടുംബം ഇനി യമരാജനിലേക്ക് വരില്ല എന്നും ഞാൻ ഇവിടെ ജീവിച്ചാലും അവർ ജീവിക്കുകയും മരിക്കുമ്പോൾ എന്നോടൊപ്പം നിൽക്കുമെന്നും പറഞ്ഞ് തുടർന്ന് കർണിമാത എലിയുടെ രൂപം, കാബയുടെ രൂപം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ മാതാവിൻ്റെ വംശത്തിലെ മനുഷ്യർ മരിക്കുമ്പോൾ അവർ എലികളായി പുനർജനിക്കുമെന്നും ക്ഷേത്രത്തിൽ കർണിമാതാവിൻ്റെ അടുത്ത് താമസിക്കുമെന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് എലികളെ ഇവിടെ ഇത്രയധികം പ്രത്യേകതയോടുകൂടി കാണുന്നത്. കാബ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. ഇതെല്ലാം കണ്ട് ഒരു പ്രത്യേക വിശ്വാസത്തിലുള്ള ഈ രാജസ്ഥാനിലെ ബിക്കാനീർ നഗരത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഈ ദേശ്നോക്ക് എന്ന ഈ ടൗണിലെ ഈ ക്ഷേത്രം കണ്ട് ഇന്ന് ഇവിടെ നിന്ന് മടങ്ങുകയാണ്.